ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അനിമേഷൻ സീരീസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചിലരെങ്കിലും സംശയം ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞത്. സത്യത്തിൽ ഇത് നമ്മുടെ ഒരു സെക്കൻഡറി ചാനലായിരുന്നു. നമ്മുടെ പ്രൈമറി ചാനൽ 2 വർഷത്തിന് മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആ പഴയ ചാനൽ നമുക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ മൂവീസും ഷോർട്ട് ഫിലിമിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആ ഒരു ചാനലായിരിക്കും. ഈ ഒരു ചാനലിൽ അനിമേഷൻ സീരീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ടും നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ആ പഴയ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ലെറ്റ്സ് ടോക്ക് മല്ലു എന്ന് തന്നെയാണ് ആ ഒരു ചാനലിന്റെ പേര്. ഈ ഒരു ചാനലിനെ നമ്മൾ ലെറ്റ്സ് ടോക്ക് മല്ലു 2.0 എന്നാക്കിയിട്ടുണ്ട്. ഒരുപാട് വലിച്ചിട്ടാൽ നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോകാം. ഡെത്ത് നോട്ട് എന്ന് പറയുന്ന ആ ഒരു സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 37 എപ്പിസോഡ് മാത്രം ഉള്ള ആ ഒരു സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങളോട് ഇന്നു മുതൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. കഥയുടെ തുടക്കത്തിൽ ഭൂമിക്കും സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള ഒരു ലോകം നമ്മളെ കാണിക്കണം. അവിടെ നിറയെ ഷിനികകളാണ് താമസിക്കുന്നത്. ഷിനികകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ കാലന്റെ ജോലി നോക്കുന്ന വ്യക്തിയാണ് ഷിനികകൾ. സത്യത്തിൽ ചിത്രഗുപ്തൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഷിനികകളുടെ കണ്ണുകൾ ഉപയോഗിച്ച് അവർ ഏത് മനുഷ്യനെ നോക്കുന്നോ അവർക്ക് അയാളുടെ ആയുസ് മനസ്സിലാക്കാൻ സാധിക്കും. അയാൾ മരണപ്പെടുന്ന സമയത്ത് ഷിനികളുടെ ഇരിക്കുന്ന ആ ഒരു ബുക്കിൽ അവരുടെ പേര് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഷിനികളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അവിടെയുള്ള എല്ലാ ഷിനികളുടെ കയ്യിലും ഒരു ഡെത്ത് നോട്ട് വെച്ച് എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമ്മളൊരു മറ്റൊരു ഷിനികയെ കാണിക്കുകയാണ്. ഇവൻ്റെ പേരാണ് റിയൂക്ക്. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ജീവിതം ജീവിച്ച് നല്ല രീതിയിൽ മടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 ഡെത്ത് നോട്ടും ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഭൂമി ലോകം കാണിക്കുകയാണ്. അവിടെ നമ്മുടെ ഹീറോയും. ഇവൻ്റെ പേരാണ് ലൈറ്റ്. ഇവൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അധ്യാപകർ എടുക്കുന്ന ലെസൺസ് ഒക്കെ അതിനു മുമ്പ് തന്നെ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവൻ ഈ സെയിം ലൈഫ് ജീവിച്ച് വളരെ രീതിയിൽ ബോറടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ലൈറ്റ് തൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ വെളിയിലോട്ട് നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ബുക്ക് താഴോട്ട് വീഴുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അതിൽ ഡെത്ത് നോട്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് അവൻ മടങ്ങുന്ന വഴി ആ ബുക്ക് കയ്യിലെടുക്കുന്നു. എന്നാൽ ഇതൊരു പ്രാങ്ക് ആയിരിക്കാം എന്ന് കരുതി അവനത് തിരികെ ഉപേക്ഷിക്കുന്നു. എന്നാലും അത് ഉപേക്ഷിക്കാൻ തീരെ മനസ്സില്ലാതെ അവൻ അതെടുത്തുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി ആ ബുക്ക് അവൻ വായിച്ചു നോക്കുന്നു. അതിലത് ഉപയോഗിക്കേണ്ട രീതികളും എന്തിനാണ് ആ നോട്ട് ഉപയോഗിക്കുന്നതുമൊക്കെ അതിലെഴുതിയിട്ടുണ്ട്. ആരുടെ പേരാണോ ആ ബുക്ക് ഉപയോഗിക്കുന്ന വ്യക്തി അതിലെഴുതുന്നത് അയാൾ 40 സെക്കൻഡിനുള്ളിൽ മരണപ്പെടും, അതും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. കൂടാതെ ഒരു സ്പെസിഫിക് കാരണം അതിലെഴുതി ആ പേരെഴുതുകയാണെന്നുണ്ടെങ്കിൽ അയാൾ 6 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ അയാൾ മരണപ്പെടും. എന്നാൽ ഇതൊരു പ്രാങ്ക് ആയിരിക്കാം എന്ന് കരുതി അവനിങ്ങനെ ആ ബുക്ക് മാറ്റിവെക്കുന്നു. കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ തിരികെ എഴുന്നേക്കുന്നു. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും. എന്നാൽ ആരുടെ പേര് എഴുതണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അപ്പോഴാണ് TV-യിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ഒരു ക്രിമിനല് കുറെ ആളുകളെ ഹോസ്റ്റേജസ് ആക്കി വെച്ചിരിക്കുകയാണ്. അയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ആ TV-യിൽ കാണിക്കുന്നുണ്ട്. അവൻ ഒട്ടും തന്നെ താമസിക്കാതെ അയാളുടെ പേര് ആ ഒരു ബുക്കിൽ എഴുതുകയാണ്. എന്നിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നു. 40 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല. അവനങ്ങനെ ആ ബുക്ക് മാറ്റി വെച്ച് പോകാൻ പോകുമ്പോഴാണ് ആ ന്യൂസിൽ പറയുന്നത് ആ ഹോസ്റ്റേഴ്സൊക്കെ വെളിയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് എന്തോ കാരണത്താൽ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ല, ഇത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻ്റ് ആയിരിക്കാം എന്നൊക്കെ. അങ്ങനെ അവൻ ഒന്നുകൂടി ഇത് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം വൈകിട്ട് അവൻ പുറത്തു പോകുമ്പോൾ കുറെ ഗ്യാങ്സ്റ്റേഴ്സ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നതായി അവൻ കാണുന്നു. ആ ഡെത്ത് നോട്ട് എടുത്തിട്ട് അയാൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെടട്ടെ എന്ന് അവൻ അതിൽ എഴുതുകയാണ്. 6 മിനിറ്റിന് ശേഷം അയാൾ ഒരു ആക്സിഡന്റിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നു. അതോടെ ഇവൻ ഉറപ്പിക്കുകയാണ് ഈ ഒരു ബുക്ക് റിയൽ ആണെന്നുള്ളത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവിടെ കട്ടിയത് പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഷിനിഗാമി റിയൂക്കിനെയാണ്. റിയൂക്ക് തൻ്റെ കൂട്ടാളികളോട് എൻ്റെ കയ്യിലിരുന്ന പുസ്തകം കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, നിന്റെ കയ്യിൽ 2 പുസ്തകമുണ്ടല്ലോ, 2ഉം നീ കളഞ്ഞുവെന്ന് ഞങ്ങളോട് പറയരുതെന്ന്. അവൻ പറയുന്നു, എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകമാണ് കളഞ്ഞു പോയിരിക്കുന്നത്, അത് ഭൂമിയിലാണ് ചെന്ന് വീണിരിക്കുന്നത്, ഞാനത് എടുക്കാനായി പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ചിറകുകൾ വിരിച്ച് അവൻ ആ ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ ലൈറ്റിനെ കാണിക്കുകയാണ്. അവൻ തൻ്റെ വീട്ടിലേക്ക് വൈകിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് റൂമിൽ കയറി ആ പുസ്തകം തുറക്കുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത്
ആ പുസ്തകത്തിൽ ഒരുപാട് പേരുടെ പേരുകൾ അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 ദിവസം കൊണ്ട് തന്നെ ഒരുപാട് പേരുകൾ. ഇതെല്ലാം നോക്കിക്കൊണ്ട് അവൻ്റെ പുറകെ റിയോക്ക് നിൽക്കുന്നു. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് റിയോക്ക് കടന്നു വരുന്നു. റിയോക്കിനെ പെട്ടെന്ന് കണ്ട ലൈറ്റാണെന്നുണ്ടെങ്കിൽ പേടിച്ച് താഴെ വീഴുകയാണ്. അപ്പോഴാണ് റിയോക്ക് പറയുന്നത്, നീ എന്നെ കണ്ട് ഭയക്കൊന്നും വേണ്ട. നിന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അത് എൻ്റെതാണ്. അത് എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണതാണ്. ഞാൻ ഒരു ഷിനിഗാമിയാണ്. എൻ്റെ പേര് റിയോക്ക്. അപ്പോൾ വളരെ നിസ്സാരമായി ലൈറ്റ് എഴുന്നേൽക്കുകയാണ്. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഈ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇരുന്നതെന്നും ഡെത്ത് ബുക്ക് സത്യമാണ് എന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ ഇതൊരു ഷിനിഗാമിയുടെ ആണെന്നും ഇത് തേടി ഈ ഷിനിഗാമി വരുമെന്നും എനിക്കറിയാമായിരുന്നു. നിനക്കിനി എന്താണ് വേണ്ടത്? നീ എന്നെ ജീവൻ എടുക്കാൻ പോവുകയാണോ എന്ന് ലൈറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ റിയോക്ക് പറയുന്നത്, നീ എന്താണ് പറയുന്നത്? ഈ ബുക്ക് എന്ന് ഭൂമിയിൽ പതിച്ചോ അത് ഭൂമിയുടെ സ്വന്തമാണ്. അത് ഇപ്പോൾ നിന്റെ കയ്യിലാണ്. ഇനി മുതൽ അത് നിനക്ക് സ്വന്തമാണെന്ന്. ഇത് കേൾക്കുന്ന ലൈറ്റാണെന്നുണ്ടെങ്കിൽ അമ്പരന്ന് പോവുകയാണ്. നീ എന്താണ് പറയുന്നത്? ഇത് ഇനി മുതൽ എനിക്ക് സ്വന്തമാണെന്നോ? ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും വരില്ല എന്നാണോന്നോ? അപ്പോൾ റിയോക്ക് പറയുകയാണ്, ഇത് നിനക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നൽകാം. എന്ന് നീ ഇത് മറ്റൊരാൾക്ക് നൽകുന്നുവോ അന്ന് മുതൽ നിന്റെ പഴയ ഓർമ്മകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന്. മാത്രമല്ല, നിന്റെ മരണം എന്നാണ് വരുന്നത് അന്ന് ഞാൻ നിന്റെ പേര് എൻ്റെ ഡെത്ത് ബുക്കിൽ എഴുതും. അവിടേക്ക് ലൈറ്റിൻ്റെ അമ്മ കടന്നു വരികയാണ്. അവന് കുറച്ച് ആപ്പിളുകൾ നൽകി അമ്മ മടങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ലൈറ്റ് റിയോക്കിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അമ്മ നിന്നെ കാണാത്തതെന്ന്. ഈ പുസ്തകം നിന്റെ കയ്യിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നിനക്ക് മാത്രമേ എന്നെ കാണാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അമ്മ കൊണ്ടുവന്ന ആപ്പിളുകൾ റിയോക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും റിയോക്കിനോട് ലൈറ്റ്, എന്തുകൊണ്ടാണ് നീ എന്നെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതല്ല, യാദൃച്ഛികമായിട്ടാണ് ആ പുസ്തകം നിന്റെ കയ്യിൽ വന്നുപെട്ടത്. ഇതിനു മുമ്പും ഒരുപാട് ഡെത്ത് നോട്ടുകൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും പേരുകൾ എഴുതിയ ഒരു വ്യക്തി നീ മാത്രമാണ്. എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്തതെന്ന് റിയോക്ക് ലൈറ്റിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് പറയുന്നത്, ഞാനിതിൽ എഴുതിയ പേരുകൾ മുഴുവനും ക്രിമിനലുകളുടെയാണ്. എല്ലാ ക്രിമിനലുകളെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോഴാണ് റിയോക്ക് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് ബോധേഡാവുന്നത്? അത് ഗവൺമെൻറ് നോക്കില്ലേ എന്ന്. അപ്പോഴാണ് ലൈറ്റിൻ്റെ മറുപടി, ഈ ഒരു ഡെത്ത് നോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ കാരണത്താലാണ് എല്ലാവരും മരണപ്പെടുന്നത്. അങ്ങനെ ക്രിമിനലുകൾ ഒരേ കാരണത്താൽ നിരന്തരം മരണപ്പെടുമ്പോൾ ഇവരെയൊക്കെ ശിക്ഷിക്കാനായിട്ട് ഒരാൾ ഉടലെടുത്തു എന്ന് അവർ മനസ്സിലാക്കണം. എൻ്റെ എക്സിസ്റ്റൻസ് ലോകം മനസ്സിലാക്കണം. നീ ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ബോധേഡാവുന്നതെന്ന് റിയോക്ക് ലൈറ്റിനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, ഈ ലോകത്തെ സകല ക്രിമിനലുകളെയും എനിക്ക് നശിപ്പിക്കണം. നല്ലവരും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ ഒരു ലോകം തന്നെ എനിക്ക് ഉണ്ടാക്കണം. അവസാനം ഇങ്ങനെയൊരു ലോകത്ത് ഒരു ക്രിമിനലായിട്ട് ഇത്രയും ആളുകളെ കൊന്ന ഒരു വ്യക്തി നീ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നത് റിയോക്ക് ലൈറ്റിനോട് പറയുകയാണ്. അപ്പോൾ ലൈറ്റ് റിയോക്കിനോടായിട്ട്, നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ലൈറ്റ്. ഈ ഒരു ജപ്പാൻ കൺട്രിയിലെ ഏറ്റവും മികച്ച ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. അങ്ങനെ മാത്രമായിരിക്കും എല്ലാവരും അറിയപ്പെടുക. മാത്രമല്ല, എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിച്ച് ഈ നല്ലവരുടെ ലോകത്തെ ഒരു ദൈവമായി ഞാൻ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീക്ഷ്ണമായ നോട്ടം ലൈറ്റ് റിയോക്കിനെ നോക്കുന്നു. ഇത് കേൾക്കുന്ന റിയോക്ക് ആദ്യം ഒന്ന് പതറുന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് അവൻ ആശ്വസിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുക. നമ്മുടെ ചാനലും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.